സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം അപ്പൂസ് പറഞ്ഞു കൊടുക്ക. ഇന്നത്തെ വിശേഷം എന്താണ്? അപ്പൂസിന് ഉച്ച വരെ സ്കൂൾ ഉണ്ടെന്നുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചെന്ന് അപ്പൂസ് എന്താണ് എപ്പോഴും ക്യാമറ പിടിച്ചിരിക്കണം, സ്കൂളിൽ പോലില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് കേട്ടോ. അതിപ്പോ ഈ ഒരു അവസരത്ത് പറയാണ്, ഇന്ന് ഉച്ച വരെ ഉള്ളൂ, നാളെ പരീക്ഷ തുടങ്ങുകയാണ്, ഓണപരീക്ഷ. അപ്പൊ ഞാൻ ഉച്ചക്ക് വിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാമറ അടിക്കാൻ വയ്ക്കില്ല. അപ്പൊ അമ്മമ്മ കിട്ടേക്ക്, അമ്മമ്മയോട് കിട്ടേക്കാം. ക്യാമറമാൻ ഉഷാറല്ലോ. അപ്പൊ പിന്നെ വെച്ചാല് സ്കൂളിൽ വന്നതിന് ശേഷം നമ്മള് വിശേഷം എടുക്കുക. 5 മണിക്കൊക്കെയാണ് എടുക്കുക. അതുകൊണ്ടാണ് അപ്പൂസിനെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ അലർജി ഇതിന്റെ ഇടയ്ക്ക് 2 ദിവസം കൂടിയപ്പോ ഓരോ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. അന്നും ഇതേപോലെ ക്യാമറ ഓടിക്കാൻ നിന്നിരുന്നു. അതാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, നമ്മളെ വീടിന്റെ തൊട്ട് മുന്നില് മരം മുറിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഉറക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് സന്തോഷപ്പെട്ടൊരു വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അറിയല്ല, കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓർക്കാപ്പുറത്ത് ഉണ്ടായതാണ്. പക്ഷെ എന്താ പറയാ, അതിപ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സർപ്രൈസ് ആയിക്കോട്ടെ കുറച്ച് നേരം അല്ലേ. അപ്പൊ നമ്മക്ക് തന്നെ സർപ്രൈസ് ആണത്. നമ്മള് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഇന്ന് തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ സംഭവം കണ്ടപ്പോ അടിപൊളി. എന്താ പറയാ, അപ്പൊ നമ്മള് പണിക്കാരുണ്ട് ഇവിടെ, കുറച്ച് തേപ്പിന്റെ പണിക്കാരുണ്ട്. കാണിച്ചു തരാം എന്താന്നല്ലേ. അപ്പൊ ആദ്യം ഒരിക്കലുള്ള ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചായ അടുപ്പത്തുണ്ട്. അപ്പൊ ചായ കൊണ്ടാണ് പോവാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ സന്തോഷേട്ടൻ ഫുൾ ടൈം പണിക്കാരെടുത്തിരുന്നു. കാരണം ഇന്നത്തെ വർക്ക് ആ ഒരു കാര്യത്തിന്റെ ഒപ്പം നിന്നിട്ട് ആൾക്ക് ഭയങ്കര ടെൻഷൻ അല്ല, ഭയങ്കര സന്തോഷം. കാരണം ചെറുന്ന വർക്ക് ഇങ്ങനെ കാണുമ്പോഴേ നമ്മളെ വീട് പണി എല്ലാവർക്കും, ഞാൻ ഒറ്റയ്ക്കല്ല, ആരായാലും വീട് പണി കാണുമ്പോൾ വളരെ സന്തോഷമല്ല എല്ലാവർക്കും. അപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന്. അപ്പൊ പറഞ്ഞു എന്താന്ന് ആകാംക്ഷയിലാക്കണില്ല, പോയിട്ട് കാണാം. ചായ ഉണ്ടാക്കല്ലേ. ചായ ഉണ്ടാക്കട്ടെ. ചായന്റെ അടുപ്പത്ത് എന്നിട്ട് നമുക്ക് പോവാം. അപ്പൊ അവർക്ക് എന്താ കടി ചെയ്യാം നമുക്ക്? മുട്ടപ്പാണ് കണ്ട. ഇത് കുറച്ചുകൂടി കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അപ്പൂസ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ പുതിയ ചുരിദാർ ഇട്ടിട്ടാണ് നമ്മളെ പ്രഭചേച്ചി എന്ന ചുരിദാറല്ലേ, കോഴിക്കോടത്തെ പ്രവേശി. ഞാൻ ഇതുവരെ ഇട്ടില്ല, എന്ന് ഇട്ടതാ. അപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കാട്ടോ. പാൽപ്പൊടി ചായ ഉണ്ടാക്കാൻ പ്രത്യേക വിശേഷമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഇതെന്താ ചട്ടിയില് ഇന്നലത്തെ പോലെ തന്നെ. ഇതിലെന്താ ഇതില് എന്താണ് കറുത്ത ഉപ്പേരി. കറുത്ത പറഞ്ഞാ അറിയോ? നമ്മള് കറുത്ത പറയും ഓമക്കായ, പപ്പായ. എന്റെ കൂടെ വീട്ടിൽ പോവാ. മുട്ടപ്പം വാങ്ങുമ്പോ ഒന്നുകൂടി കൊടുക്കും. മോശമാണ് മുട്ടപ്പം മാത്രം കൊടുത്താ. നമ്മളെ വീട്ടില് പണി ശരിയേ, നമ്മളെ വീട്ടില് പണിയെടുക്കുന്ന ആൾക്കാരെ ഭാര്യമാരൊക്കെ വീഡിയോ കാണണ്ട. അപ്പൊ മോശല്ലേ. നമ്മളെ വീട്ടില് പണിക്കണേ ആൾക്കാരെ ഭാര്യമാരൊക്കെ വീഡിയോ കാണണ്ടോ? അയിലേനെ പൊരിച്ചിട്ടതാണ്. ഇവിടത്തെ ഒക്കെ മിസ്സായി. അതൊക്കെ ഞങ്ങള് ശരിയാക്കി. അതേപോലെ തന്നെ ഇന്ന് തക്കാളി അരക്കാതെ ഉള്ള ഒരു മീൻകറി. ഏകദേശം ബിസ്ക്കറ്റ് 30 റുപ്യ. മിച്ചർ വേണ്ട പൂസേ. അപ്പൊ നമ്മള് ചായ ഉണ്ടാ, ചായ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സർപ്രൈസ് കാണിച്ചു തരാം. കൊറേ വീടിന്റെ വർക്ക് കൊറേ ആയിട്ടുണ്ട്, അത് കാണിക്കാണ്ട്. പിന്നെ കൊറേ അഭിപ്രായം പറയണ്ട ഓരോ സ്ഥലത്ത് എങ്ങനെയെന്ന്. അപ്പൊ നമ്മളെ കമന്റിലൂടെ അത് പറയണം അല്ലേ. ഞാൻ കാണിച്ചു തരാം. അപ്പൂസ് അങ്ങോട്ട് വന്നിട്ടോ. അപ്പൂസ് അങ്ങോട്ട് വന്നിട്ടോ. ഏന് അതിന് 60 റുപ്യ മുട്ടപ്പത്തിന്റെ. അപ്പൊ ഇനി പാൽ കേക്ക് അല്ലെങ്കിൽ മറ്റത് മേടിച്ചാൽ മതി. ബിസ്ക്കറ്റ് അല്ലേ, തേങ്ങാ ബിസ്ക്കറ്റ്. അപ്പൂസേ നേതരും മേടിച്ച അമ്മയ്ക്ക് ഇഷ്ടം ഇഷ്ടം മേടിച്ച ചെല്. മിച്ചർ വേണ്ടല്ലോ, അത് രസമല്ല. അവർക്ക് എപ്പോഴും ഒരു എന്നും മിച്ചർ തന്നെ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ചെല്. ഇപ്പൊ ചായ ആയില്ലേ. പോലെന്നാല് പാൽപ്പൊടി ഇട്ടണം. നമ്മള് പാലൊന്നും വാങ്ങലില്ല. ഞങ്ങൾ പിന്നെ പാല് പൊതുവെ നമ്മള് കഴിക്കലില്ല. കട്ടൻ ചായ പോലെ. അപ്പൊ എന്നാല് ചായ കേട്ടോ. അപ്പൊ ഞങ്ങള് ചായയും കൊണ്ട് പോവാട്ടോ. നേരെ തൊള്ളയില് കേക്കാണ്.
പണിക്കാരെ പേരും പണിക്കാർ കുറച്ചെടുക്കുള്ളൂ നാസറൊക്കെ, ബാക്കി ഞങ്ങൾ നിന്ന് പോവാ. ഞങ്ങൾ അമ്മേന്റെ കയ്യിലും ഉണ്ട്. സ്പീഡിൽ പോലെ പൂസേ എവിടെ പോണം? അമ്മേനെ കാണട്ടെ. അമ്മ എന്നാ തിന്നണ നോക്കട്ടെ. കയ്യിൽ പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ? കയ്യിലുണ്ട് എല്ലാം. ചായ ചൂടാണ്, കുടിക്കാൻ നേരം കുടിക്കുന്നില്ലേ. മുട്ടപ്പൻ, ചായ, കേക്ക്. ഒന്നും പറയില്ലല്ലോ. നാളെ പരീക്ഷയാണ് കേട്ടോ. നാളെ പരീക്ഷ. നാളെ എന്താണ് ഫസ്റ്റ് ദിവസം? എന്താ പരീക്ഷ? അമ്മ നമ്മളെ പറഞ്ഞു കൊടുക്ക്. എന്തോണ്ട് എന്താണ് അത്? ആ ക്യാമറ ഓഫ് ആക്കി അവൻ പറഞ്ഞു. നമുക്ക് കുറച്ചൊരു ദൂരം നടക്കാനുള്ളൂ. ഇവിടെ നോക്കിയാൽ കാണും. നടക്കണ്ട ദൂരം തോന്നും, പക്ഷെ ഇവിടെ നോക്കിയാൽ തന്നെ കാണട്ടെ നമ്മളെ വീട്. അപ്പൊ അങ്ങനെ സൈഡിലേക്ക് ചരിച്ചു പിടിച്ചേ അങ്ങനെ. പിന്നെ ഷിജി, ആ ഇലേനെ പറ്റി ആൾക്കാർ എന്താ പറഞ്ഞേ? ഒരു വിഷാണല്ലോ ഈ ഇല. ഇങ്ങോട്ട് പിടിച്ച് ക്യാമറ അപ്പൊ കാണും. ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ ഇല എന്താ നമ്മളൊക്കെ ചെടിക്കൊക്കെ വീട്ടിൽ ഒരുപാട് വളർത്തിയിരുന്നു. നല്ല രസമാണ്. ഇത് വിഷാണെന്ന് ആരോ പറഞ്ഞു. നമ്മള് വീടിന്റെ ഉമ്മറത്ത് വെച്ചിരുന്നു കേട്ടോ. നല്ല ഭംഗിയെ കാണാൻ. കാരണം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഇലല്ലേ, അതാണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര വിഷാണ് പോലെ. അത് കൈമലായാലും ഒക്കെ ഇപ്പൊ നമ്മ പൊന്നൂസിനെ പോണ്ടേ. വണ്ടി തിരിച്ചോട്ടെ. നമ്മളെ ക്യാമറ പിടിച്ചാൽ ആ ഡ്രൈവറൊക്കെ ഇഷ്ടംപോലെ കണ്ടു. അപ്പൊ നമ്മളെ വീടത്തില്ല അപ്പൂസേ. നമ്മളെ വർക്ക് പറഞ്ഞിട്ട് എന്താണ്? നമ്മളെ വർക്ക് എന്താ പറഞ്ഞിട്ട്? അപ്പൊ ഇതാണ് നമ്മള് സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ വർക്ക് ഇടോ. കേസിന്റെ പണിയാണ്. ഹാളത്തതാട്ടത്. ഏട്ടന്റെ വീട് ഇവിടെ പട്ടാമ്പി. നിങ്ങളെ ചേച്ചി ചിലപ്പോ വീഡിയോ കാണുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവേണ്ട. ഇപ്പൊ വർക്ക് കഴിഞ്ഞാലേ ഒരു കാണാതുള്ളൂ. ഇപ്പൊ വർക്ക് നടന്നോണ്ടിരിക്കണം. ഇപ്പൊ തന്നെ ഏകദേശം അടിപൊളിയാണ് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് കേട്ടോ ഈ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഒന്ന് പറയണം. ഇനി എവിടെ കഴിഞ്ഞ്? അടുക്കളയിൽ കഴിഞ്ഞു പോയേക്കാം. അടുക്കളയിൽ റൂമത്തെ കാണിച്ചെടുക്കാം. അടുക്കളയിൽ എന്തായി? നമ്മളെ അടുക്കള എത്തട്ടെ. നമ്മളെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സ്ഥലത്ത് വർക്ക് നടന്നുകൊടുക്കുക. വർക്ക് ഫുള്ളായിട്ട് നമ്മളെ മുതലാളിൻ്റെ നമ്പറും മുതലാളിനെയൊക്കെ നമ്മൾ കാണിച്ചു തരാം. മുതലാളി നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ വീഡിയോ കാണുന്ന ആളാണ്, പരിചയക്കാരാണ്. വർക്കിന്റെ ചെയ്യുന്ന നമ്പറൊക്കെ നമ്മൾ കൊടുക്കൂട്ടോ. അപ്പൊ കണ്ടവർക്കൊക്കെ വിളിക്കാം. ഇത് ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ അടുക്കളയുടെ വർക്ക് കേട്ടോ. നമ്മളെ 1, 2, 3, 4 സ്ഥലത്തിൽ 4 തരത്തിലാണ്. കുറഞ്ഞ നിരക്കിൽ ചെയ്തു തരും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നാണ്. എന്താ പറയാ, ഇതെന്താ ഇത്ര സന്തോഷം. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുമില്ല. പിന്നെ ഇങ്ങനെ വെക്കണം കേട്ടോ നമുക്ക് വെക്കുന്നില്ലേ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറയുന്നല്ലാതെ ഇന്നിപ്പോ ഇതിങ്ങനെ പണി വരുമെന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. നമ്മള് പെട്ടെന്ന് ഇത് വൈറ്റ് വാഷ് ചെയ്യണ്, പെട്ടെന്ന് പോരുന്നു. അടീനെ കുറിച്ച് ഇപ്പൊ നമ്മള് ചിന്തിച്ചിട്ടില്ല. അടിപ്പണി നമ്മള് ചിന്തിക്കാത്തതാണ് നടക്കുന്നത്. ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സത്യം പറഞ്ഞോ. അപ്പൊ അതിന്റെ എല്ലാരെയും പ്രാർത്ഥന ദൈവത്തിന്റെ. അതെ അത് എടുത്തു പറയണം. എല്ലാരും പ്രാർത്ഥനയും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും. ഇതൊക്കെ കണ്ടെന്താന്നറിയോ, നമ്മള് എവിടേക്ക് കുപ്പികളും പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെച്ചെന്ന് എല്ലാവർക്കും അറിയണ്ടാവില്ലേ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ഇവിടെ എന്തൊക്കെ ഞാൻ വെക്കുന്നു ഇപ്പൊ തന്നെ പ്ലാനിങ്ങിലാണ്. പഴയതൊക്കെ കേട്ടില്ലോ നിങ്ങള്? അപ്പോസ എവിടെ ക്യാമറമാൻ പോയത്? വാ ഇവിടെ വാ. അപ്പുണ്ട് അവിടെ. അപ്പൊ ഇത് നമ്മള് ഒരു റൂമത്തെ ഷോക്കേസ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാ. രണ്ട് ഇതുണ്ട്. മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട്.
അതൊക്കെ ആളെ വർക്ക് ചെയ്തു. അത് വേറെ ചായ 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 അങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് ഷർട്ട് തൂക്കാനും ഡ്രസ്സുകൾ വെക്കാനും ഇഷ്ടമായി. ഇനി പാന്റെ ചിതറി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റത് അരലിന്മലും ജനലിന്മലും കംപ്ലീറ്റ് നമ്മളെ തുണിയാണ്. നമുക്ക് പുതിയ തുണി ഇല്ല എന്ന് പറയും, പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടാവും വെക്കാൻ. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പെട്ട് നമുക്ക് അടുക്കി ഒതുക്കി വെക്കാനുള്ളൊരു സെറ്റപ്പായി. ഇത് കണ്ടിട്ടാണ് സന്തോഷം. ക്യാമറമാനോടെ പോയി അപ്പൊ ഏട്ടാ വീട്ടിൽ ചെന്നിട്ട് വൈഫിനോട് പറയട്ടോ, അത് താത്തി അപ്പോഴാണ് എന്താണ് പണിയെടുക്കണമെന്ന് അറിയുള്ളൂ. അപ്പൊ നിങ്ങളെ വീട് പറഞ്ഞത് ചെർപ്പുളശ്ശേരി അല്ല, ചെർപ്പുളശ്ശേരിയിലെ വല്ലപ്പുഴ. അപ്പൊ നിങ്ങളെ ചേച്ചി നമ്മളെ വീഡിയോ കാണുന്നതാവും. അപ്പൊ അമ്മേന്റെ റൂമിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പത്തെ നമ്മളെ റൂമില് 2 ഇതുണ്ടായിരുന്നു, 2 കള്ളി, ഇത് 3 ഉണ്ട് കേട്ടോ. 1 2 കണ്ടില്ലേ? ഇവിടെ വർക്ക് തീരുന്നുള്ള അപ്പൊ ഫുള്ള് കഴിഞ്ഞിട്ട് കാണാൻ രസം. എന്നാലും ഇത്ര ആയപ്പോ തന്നെ അടിപൊളിട്ടോ. അയ്യാ ഹായ് പറ ഓനൊന്ന് കാണാൻ. ചായ ചായ എന്താ ബേബി ബഡാ മാസ്റ്റർ ആണ്. കൽക്കത്ത സന്ദീപ് ഫ്രണ്ട് മേസൻ കൽക്കത്ത. ഇതൊക്കെ നമ്മളെ ഇവിടെ തന്നെയാണ് വല്ലപ്പുഴ. ഇതാണ് കൽക്കത്ത ബഡാ മാസ്റ്റർ, ബഡാ തേപ്പ് മാസ്റ്റർ. ഇതാണ് മെയിന്. അത് 2 മെയിനാട്ടോ, 2 ബഡ. അപ്പൊ ആള് പറഞ്ഞു വർക്കച്ച തവയാ. നമ്മൾ പറഞ്ഞ ഹിന്ദി അവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമുക്ക് തേപ്പിന്റെ പോയാക്കല്ലേ, തേപ്പിൻ്റെത് ഒരു ചായ കൊടുത്തിട്ട് ചായ എടുക്ക. ആ ഫിനിഷിംഗ് വർക്ക് അല്ലേ? പുട്ടിയിടണം നിർബന്ധമല്ലോ. പുട്ടിയിടണോ? പുട്ടിയിടലൊന്നും ഉണ്ടാവില്ല. പുട്ടി വേണ്ട. അതല്ല പൈസയാണ്. ഇങ്ങനെ മതി. ഇത് അടിപൊളിയുണ്ട്. ഇതന്നെ ഉഷാറാണ്. ഇതന്നെ നമ്മളെ ജാനമ്മേട്ടത്. നമ്മളെ കുടുംബക്കാരൊക്കെ അപ്പൊ ജാനമ്മ ഇന്നലെ വന്നതാട്ടോ, വീട് കാണാൻ വേണ്ടി വന്ന. ഇവിടുന്ന് ശരിക്കും വർത്താനം പറഞ്ഞാൽ കേൾക്കൂല അല്ലേ? ബാക്കില്. അപ്പൊ നമ്മളെ വീടിന്റെ ബാക്കിക്ക് അവിടത്തെ ചേപ്പിൻ്റെത്. അപ്പൊ വീടിന്റെ ബാക്കാണ് ഇന്നലെ ഇന്നും. അപ്പൊ കാണിക്കാൻ ഇങ്ങോട്ട് വാ.
അതിനോ അപ്പൊ മുകളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മൊത്തം കാണിച്ചു കൊടുക്കും. മുകളിൽ ഫുള്ള് കഴിഞ്ഞു. മുകളില് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഇത് ഇങ്ങനെ പ്ലെയിനാ കൊടുത്തു. പ്ലെയിന് സാധാ. അപ്പൊ ഇതെന്താ ചോദിച്ചാല് ഇപ്പൊ എന്തെങ്കിലും പുതിയ മോഡലിന്റെ ആൾക്കാരുടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനാ പറഞ്ഞു. എന്തെങ്കിലും കമന്റ് ചെയ്താല് ഇവിടെ നമുക്ക് പ്ലെയിന് ബാക്കല്ലേ. അപ്പൊ ഇനി പുറത്തേക്ക് അങ്ങോട്ടൊക്കെ വരുമ്പോ എന്തെങ്കിലും മോഡൽ വേണ്ട. അതിനാണ് ചോദിച്ചത്. എന്തെങ്കിലും മോഡൽ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പറഞ്ഞു തരണം. അതേപോലെ ഞങ്ങൾക്ക് മോഡൽ ഉണ്ടാകും. ഇവിടെ ഒന്നിട്ട് അടിച്ച് റെഡിയാക്കി. കാരണം അവിടെ നമുക്ക് കെട്ട് തള്ളിയെന്നു. അതാ ബായി നല്ല റിസ്ക് എടുത്തിട്ട് കുറെ നന്നാക്കി ഉള്ളിക്ക് അടിച്ച് കയറ്റി ഹാമറെടുത്ത് അടിച്ച് സെറ്റാക്കി. പിന്നെ അത്ര മതിയല്ലോ, ഒന്നും പ്രശ്നമല്ല. കാരണം കുറച്ച് ഇതില്ലെങ്കിലും അവിടെ കഴിഞ്ഞ അവിടെ ഫുള്ള് കഴിഞ്ഞ അവിടെ പൈപ്പ് വലിച്ചു. നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല മഴ വന്നിട്ട് എന്താ ചെറിയ മഴയായിട്ട് പോയി. അതുകൊണ്ട് തേപ്പ് ഉഷാറായി. വീടിന്റെ ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? അവിടെ ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് അടിയാ തേക്കാതെ നമ്മൾ ഇവിടെ പിന്നെ അടുക്കള നമുക്ക് ഇറക്കി വെക്കുന്നോണ്ട് അവിടെ നമ്മൾ തേക്കില്ല. അടി കോൺക്രീറ്റ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ വെക്കില്ല. എന്നിട്ടാ ഇവിടെ നമ്മളിപ്പോ തട്ട് വെക്കണില്ല. തട്ട് പിന്നെ കഴിഞ്ഞിട്ട് അടുക്കള ഉണ്ടാക്കുമ്പോ വെക്കും. പിന്നെ പിന്നെ ഇവിടെ കുറച്ച് എന്തെങ്കിലും മാറണം. അപ്പൊ ഇവിടുത്തെ ഈ മുന്നില്ലേ പൂസ, ഈ മുന്നേ അപ്പൊ പിന്നെ കാണിക്കില്ല, പിന്നെ കാണിക്കില്ല പൂസ്. അപ്പൊ ഈ മുന്നേ ചേച്ചി വാ, ഒറ്റയ്ക്ക് വർത്തം പറയാൻ കിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഈ മുന്നിലെ തറല്ലേ എന്റെ മോട്ടിക്ക് കാണിക്കും. അപ്പൊ ഈ മുന്നിലെ തറ എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു പുറക്കലെ. ഇതിപ്പോ നമ്മളെ വീടിന്റെ ഫ്രണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇതുണ്ടാവും ആഗ്രഹങ്ങള്. അപ്പൊ അതിന്റെ മോഡല് നമ്മളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യണം. കാരണം നമ്മൾ ഒരുപാട് വീട് ഇങ്ങനെ പോകുമ്പോ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇത് വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ കമന്റ് അറിയണം കേട്ടോ. അപ്പൊ നമുക്ക് അതേപോലെ ചെയ്യണം. നല്ലൊരു മോഡല്. പാവാണ്, ഒക്കെ പാവ. ഇവിടെയും കൂടി ഒരു തേച്ചാലുള്ളൂ നല്ല വീടിന്റെ. ഇത്രയല്ലേ ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെയിന്റ്, വൈറ്റ് സിമെന്റ് അടിക്കണം. ജനൽ വെക്കണം, വാതിൽ വെക്കണം, പോരണം. അടിപ്പണിയാ പറഞ്ഞ. അടിപ്പണി ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാണ്ടല്ല, ഇപ്പൊ നടക്കും തോന്നില്ല. എന്തായാലും നമ്മള് പണി തീർന്നിട്ട് പോരുള്ളൂ. ഓ അതൊക്കെ തോന്നില്ല. ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഇതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് പോരാൻ തോന്നുന്നുണ്ട്. സന്തോഷായിട്ടെന്ന് വെച്ചാല് ഇപ്പൊ ഇത് ഇത്രയും ആയപ്പോ തന്നെ ഇങ്ങോട്ട് പോരാണ്ട്. പക്ഷെ ഞാൻ പറയാ ഈ പൊടി നിലം പണി കഴിയാതെ പോകുന്ന ഈ പൊടി ഇതൊക്കെ ഇവർക്ക് വയ്യാതെയാവും. അതെല്ലാരും കമന്റും കേട്ടിട്ടാണ് പറയണത്. കമന്റ് പറയുന്നത് നമുക്ക് വേണ്ടിട്ടല്ലേ. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളണം. അസുഖം വന്നാല് നമുക്ക് വീടൊക്കെ ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ. നമുക്ക് അസുഖമല്ലാതെ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കഴിയണം. ഇപ്പൊ നമ്മള് ചെറിയൊരു സംഖ്യ വാടക കൊടുത്തിട്ടാണ് ഇപ്പൊ നമ്മള് നിക്കണേ. അപ്പൊ നമുക്കിപ്പോ അത് എത്ര കാലം വേണമെങ്കിലും നിക്കാം. അതിനൊന്നും പ്രശ്നമല്ല. അവന്റെ അടുത്ത് തന്നെയാണ് നോക്കിയാൽ കാണാൻ തന്നെയാണ്. അപ്പൊ വീട് പണി നമുക്ക് പൈസ ഉണ്ടാകുമ്പോ ചെയ്തിട്ട് പോന്നാ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഷിജിൻ്റെ മനസ്സ് മാറി. ഷിൻ്റെ മനസ്സ് മാറിയില്ല. എനിക്ക് പെട്ടെന്ന് പോന്നാൽ മതി. അപ്പം ഇനി കുറച്ച് കേട്ടെ നമുക്ക് അല്ലേ. നമുക്ക് ഉള്ളൊക്കെ ഞങ്ങൾ ശരിക്കും കാണട്ടെ. നാസറാക്ക ഒരു ഹായ് കൊടുത്തേ. കുറേ ദിവസം നിങ്ങളെ കണ്ടിട്ട് അറിയണ്ട എല്ലാവരും. നാസറാക്ക വീടിടാൻ വന്നാണേ. നാസറാക്കനെ കുറേ ആയില്ലേ കണ്ടിട്ട് എല്ലാവരും അല്ലേ. വിശേഷം നിർത്താം നമുക്ക് കേട്ടോ. ഇനിയിപ്പോ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിന്നിട്ട് ക്യാമറ അടിക്കുമ്പോ ബുദ്ധിമുട്ടാ. നിർത്തുകയാണ്. കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ജാനമ്മയോട് എല്ലാ വർത്താനം. അപ്പൊ ബൈ.